നമുക്കിന്നേ ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും കുക്കറിലാട്ടോ മുട്ട പുഴുങ്ങാറുള്ളത്. അപ്പൊ എന്റെ ഈ മുട്ട റോസ്റ്റിന്റെ റെസിപ്പി കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അയ്യോ എന്താ ഇങ്ങനെയെന്ന് തോന്നിയേക്കാം. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ കാരണം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ സബോള ഭയങ്കരമായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വലിപ്പത്തിലുണ്ട് ഞാൻ അരിഞ്ഞെടുത്തേ. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ സബോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. സബോള വഴറ്റുമ്പോൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വഴറ്റണം, എന്നാലും നന്നായി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിവിടെ എഗ്ഗ് കുറച്ച് മുളക് പൊടിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. സബോള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ പച്ചമുളകും പൊടികളും ചേർക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാല ആയിട്ട് ഞാൻ ചേർക്കണേ. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗ്രേവി ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് മുട്ടയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.